എന്താ ഗോതമ്പ് ബ്രോ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞേ? അകത്തോട്ട് വരീന്നേ. അലക്സ് നീയും വാ. ആ ദേ വരുന്നു. അങ്ങനെ സിഗ്നൽ തന്നാലേ നോക്കാൻ ഞാൻ തന്റെ ആരാ? ഞാനൊന്നും നോക്കത്തില്ല. എന്താ മക്കളെ ഞാൻ വഴി തന്നെ നിൽക്കുന്നേ? ബേരി വന്നിരിക്കേ. അമ്പിളിയെ എന്തെങ്കിലും നോക്കി നിൽക്കുന്നേ? ചെല്ലേ ചെന്നിട്ട് ചേട്ടന്മാർക്ക് കുടിക്കാൻ ജ്യൂസ് എടുത്തിട്ട് വാ. എന്തിനു മക്കളെ എന്തെങ്കിലും ചിരിക്കുന്നേ? അത് ഒന്നുമില്ല രമേന്റി. പെട്ടെന്ന് ചേട്ടൻ പറഞ്ഞപ്പോഴേ ഞങ്ങൾക്ക് ചിരി വന്നതാ. അല്ല ഇവര് ചേട്ടന്മാരല്ലയോ? ഇവര് വീണേന്റി മണിക്കൂട്ടിന്റെ തുണയല്ലേ? ആ അതെ രമേന്റി. അലക്സ് വീണേച്ചിന്റെയും ചേട്ടന്റെ തുണയാ. പക്ഷേ ഗോതമ്പ് ബ്രോ അത് തമ്പുരാന്റെ തുണയാ. എടി എന്തോ നെടിയത്? തമ്പുരാന്റെ തുണയോ? അല്ല മക്കളെ ഗൗതമ് 10th ന്ന് +1 ലേക്കല്ലേ? ആ അതെ മാമി. പിന്നെ എങ്ങനെ തമ്പുരാന്റെ തുണയാവും? അവള് 9th ലേക്കല്ലേ? അത് അങ്ങനെ പറഞ്ഞതില്ല ആന്റി. അത് പിന്നെ അവര് രണ്ടുപേരും നല്ല ക്ലോസ് ഫ്രണ്ട്സാ. അതാ ഞാൻ പറഞ്ഞേ. ഓ അത് ശരി. ദേ എന്നാ നിങ്ങൾ ജ്യൂസ് എടുത്ത് കൊടുക്കട്ടോ. നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ല. അമ്മാരി തിരക്കാ. ദേ പരിപാടിക്കുള്ള ടൈമൊക്കെ ആയോണ്ടിരിക്കാ. അതുകൊണ്ട് ഓരോരുത്തരും ഓരോ തിരക്കിലായിരിക്കും. വരുന്നവരെ നിങ്ങൾ വേണം ഇരുത്തി ജ്യൂസ് ഒക്കെ കൊടുക്കാൻ കേട്ടാ. അതൊക്കെ ഞങ്ങൾ ഏറ്റു രമേന്റി. ആന്റി ബേജാറാവണ്ട. പ്രത്യേകിച്ചും ഇപ്പൊ ജ്യൂസ് കൊടുക്കുന്ന കാര്യം തമ്പുര ഏറ്റിരിക്കും. അല്ലേ തമ്പുരു? ഗൗതമ ചേട്ടന് നീ ജ്യൂസ് കൊടുക്കൂലേ? ആ തന്നെ എനിക്കൊന്നും വയ്യ. വേണമെങ്കിൽ നിങ്ങൾ ചെയ്യേ. എന്ത് വർത്താനം മക്കളെ ഈ പറയുന്നേ? ചെല്ല് ചെന്നപ്പോ ജ്യൂസ് എടുക്കുക. ചെല്ല് മാമിയേ. ചെല്ല് കുട്ടിയോ. ആ പിന്നെ പൈങ്കിളി മോളെ കിടു ഉറങ്ങുന്നുണ്ട് കേട്ടോ. അവിടെ ഒന്ന് നോക്കിക്കാളിയേ. ഓക്കേ ആന്റി. അല്ല ഇതാരൊക്കെയായി വരുന്നേ? ഉണ്ണിമോളെ. ആ മാമി. ദേ വേറെ ഏതൊക്കെയോ ഫാമിലി ഉണ്ട്. നിങ്ങൾ ഒരു കാര്യം ചെയ്യ്. ദേ ഇവർ രണ്ടുപേരും ടെറസിലേക്ക് ഇരുത്തിച്ചോളി. ടെറസിലാ മണിക്കൂട്ടിനും ബാക്കിയുള്ളവരൊക്കെ ഉള്ളത്. അവിടെ കൊണ്ടുപോയിട്ട് ജ്യൂസ് കൊടുക്കാൻ പറയണ്ട കേട്ടോ. ആ ഓക്കേ മാമി. രമേ ആ ദേ വരുന്നേ. ഗോതമ്പ് ബ്രോ അലക്സ് നിങ്ങൾ രണ്ടുപേരും ടെറസിലേക്ക് വരുമോ? അവിടെ ഇരിക്കാമേ. ആ ഓക്കെ. മനഃപൂർവ്വം മൈൻഡ് ആക്കാതെ ഇരിക്കാല്ലേ? ആയിക്കോട്ടെ. എവിടം വരെ പോണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കിടു ആശുകുട്ടി ഇങ്ങ് വന്നേ. ദേ നിങ്ങളെ കണ്ണൻ ചേട്ടനും കൺമണി ചേച്ചി വിളിക്കുന്നുണ്ട്. എന്നെ വിളിക്കുന്നുണ്ടോ? അതേനെ രണ്ടുപേരും വിളിക്കുന്നുണ്ട്. വാ. നന്ദുവേട്ടാ വരുന്നില്ലേ? ഓ ഞാൻ വരാം. നീ ചെല്ലേ. ഉണ്ണിമോളെ. ആ മണിക്കുട്ടൻ ചേട്ടാ. അല്ല വീണയും തമ്പുരുമോളും ഭയങ്കരൊക്കെ എവിടെ? അവരൊക്കെ ദേ താഴത്ത് വന്നവർക്ക് ജ്യൂസ് എടുത്തോണ്ടിരിക്കാ. ഇപ്പൊ വരും. അത് ശരി. ഉണ്ണി എന്താടാ? അല്ല അലക്സ് ചേട്ടന്റെ അടുത്തിരിക്കുന്ന ആ പുതിയ ചേട്ടൻ ആരാ? എന്നെ മനസ്സിലായില്ലേ? ഇല്ല അതണ്ടല്ലേ ചോദിച്ചേ. അതെ നമ്മളെ മണിക്കുട്ടൻ ചേട്ടന്റെയും വീണേച്ചിന്റെയും അലക്സിന്റെയും കൂടെ പഠിക്കുന്ന ചേട്ടനാ. പോരാത്തതിന് നമ്മളെ അഞ്ജലി ചെറിയമ്മന്റെ ഫ്രണ്ടിന്റെ അനിയന് പാടിയാ. അല്ല നന്ദു നീ ഇപ്പൊ എത്രയിലാ പഠിക്കുന്നേ? ഞാനീ 2ല്. ഇപ്പോഴും ഒരു മാറ്റം ഇല്ലാത്തത് ഇവന് മാത്രല്ലേ? എല്ലാരും ഇതന്നെയാ പറയാറ്. നന്ദുവേ ഉണ്ണി ഞാൻ പോട്ടെ. നോക്കിപ്പോ. അല്ല ഉണ്ണിമോളെ ഞാനൊന്ന് ചോദിച്ചാ നീ വേറൊന്നും വിചാരിക്കത്തില്ലല്ലോ? എല്ലാരും ഇവിടെ എത്തിയോ? ഇതെന്ത് ചോദ്യം ഗോതമ്പ് ബ്രോ? എന്താണെങ്കിലും ചോദിക്കേ. അല്ല നന്ദൂട്ടനെ ചെറുപ്പത്തിൽ കണ്ടപ്പോഴും അവന് ഇതേ കണക്കിനായിരുന്നു. ഇപ്പോഴും ഇതേപോലെയാ. അതാ അവനെ. ഓ അവന്റെ മുടിനെ പറ്റിയാണോ ചോദിക്കുന്നേ? അതെ ഉണ്ണിമോളെ. അല്ല നിനക്ക് കുഴപ്പമുണ്ടെങ്കിൽ പറയണ്ട. ഞാൻ ജസ്റ്റ് ചോദിച്ചെന്നേ ഉള്ളൂ. കാരണം എപ്പോഴും അവനെ കാണുമ്പം എനിക്ക് തോന്നാറുണ്ട്. അതാ ചോദിക്കാന്ന് വിചാരിച്ച്. അയ്യേ ഇതിലൊക്കെ എന്തായിരിക്കുന്നു ബ്രോ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇതിലെന്ത് കുഴപ്പം? ഗോതമ്പ് ബ്രോ വേറെ ആരുമില്ലല്ലോ. ഞങ്ങളെ ഫാമിലിയിലെ ഒരാളാ. അത് പിന്നെ ഈ നന്ദുണ്ടല്ലോ അവന് പ്രീമച്ചുർ ബേബിയാ. പ്രീമച്ചുർ ബേബിയോ? അവന് 7ാം മാസത്തിൽ പിറന്നതാ. അപ്പൊ പിന്നെ അവർക്ക് കുറച്ച് ആരോഗ്യത്തിന് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. ഒരു 2.5-3 വയസ്സ് വരെയൊക്കെ. അപ്പോ അമ്മയും അച്ഛനും കൂടെ ഹോസ്പിറ്റലൊക്കെ കാണിച്ചെങ്കിലും അതിലൊന്നും ഒരു മാറ്റം ഉണ്ടായില്ല. അങ്ങനെ അച്ഛമ്മന്റെ നാട്ടില് വലിയൊരു ആയുർവേദശാല ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയിട്ട് അവർക്ക് കുറെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ചെയ്തായിരുന്നു. അപ്പൊ കുറെ മരുന്നൊക്കെ കുടിക്കാനുള്ളതുകൊണ്ട് അതൊക്കെ കുടിച്ച് ആരോഗ്യം തിരിച്ചു കിട്ടിയപ്പം ആ മരുന്നിന്റെ എഫക്ട് കൊണ്ടാണോന്നൊന്നും അറിയത്തില്ല. കാരണം അവന് ജനിച്ചപ്പോ തന്നെ എങ്ങനെയായിരുന്നു? ഒരു തരി മുടി പോലില്ലായിരുന്നു. പിന്നെ ആ മരുന്നിന്റെ എഫക്റ്റും കൂടി ആയപ്പം ഒരു മുടി കിളുക്കാതായി. അങ്ങനെയാ അവനിങ്ങനെ മൊട്ട ബോസായി പോയേ. ആശോ സോറി കേട്ടോ. എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ വിചാരിച്ച് അതൊന്നും വിഷയമുള്ള കേസല്ല ഗോതമ്പ് ബ്രോ. അവനെ കാണാൻ ആള് പാവാണെങ്കിലും കുരുത്തക്കേട് അത് അങ്ങേയറ്റാ. അല്ല ഇവനെന്താ അപൂർവത്തിൽ അപൂർവമായിട്ട് സൈലന്റ് ആയിട്ടിരിക്കുന്നേ? ആരെയാടി
എന്ത് പറ്റി? ഹേയ് ഒന്നുമില്ലല്ലോ. പിന്നെന്താ മണിക്കുട്ടാ നിന്റെ ടൂർണമെന്റ് ഒക്കെ? ഓ അതിനെ പറ്റി ഒന്നും പറയണ്ടടാ. ടൂർണമെന്റിന് പോവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്തേ? ഫംഗ്ഷൻ ഉള്ളോണ്ടാണോ? ആ ഫംഗ്ഷൻ ഒക്കെ അല്ലേ, അപ്പൊ പിന്നെ പോയാ ശരിയാത്തില്ലല്ലോ, അതാ. ഓ അത് ശരി. വീട്ടിന്ന് പൂജയായിരുന്നു, ഇവിടെ വന്നപ്പോഴോ പൂച്ചക്കുട്ടി. അതാ ഞാൻ പറഞ്ഞേ ഈ പൈങ്കിളിനോട് കളിക്കരുതെന്ന്. പെണ്ണ് വന്നല്ലോ. മുയൽ കുയിലുകൾ കാണും വെണ്ണില വാനോട് തീറ്റി வைத்ததா தரையிறங்கி வந்து ஆடுகின்றது. അലക്സ് ബ്രോ, ജ്യൂസ് എടുത്തോ? താങ്ക്സ്. ഗൗതം പറ കാന്താരി. എന്ത് പറയാൻ? ജ്യൂസ് എടുക്ക്. എന്തേ എപ്പോഴും പിണക്കത്തിലാണോ? തന്നോട് പിണങ്ങാൻ തോന്നിന്റെ ആരാ? അപ്പോ ഞാൻ എന്റെ ആരുമല്ല അല്ലേ? അതെ. എന്നാ ഓക്കെ, ഇന്നാ ജ്യൂസ് എടുക്ക്. എനിക്ക് വേണ്ട. വേണ്ടാന്നോ? അതെന്താ എല്ലാരും കുടിക്കുന്നില്ലേ? പിന്നെന്താ? അല്ല, എനിക്ക് അറിയാത്തവരെ കയ്യിന്ന് ഒന്നും മേടിച്ച് കഴിച്ചുള്ള ശീലല്ലെന്നേ. ചെറുപ്പം മുതലേ അമ്മ അങ്ങനെയാ പഠിപ്പിച്ചേക്കുന്നേ, അതുകൊണ്ട് എനിക്ക് വേണ്ട. തമ്പുരു, നീ പറഞ്ഞത് അവന് ഹേർട്ടായിന്നാ തോന്നുന്നേ. എന്ത് തമ്പുരു ഇവിടെ തന്നെ നിക്കുന്നേ? ചെല്ലേ, ചെന്ന് മണിക്കുട്ടൻ ചേട്ടനും നിന്റെ മൊയ്തീനൊക്കെ കൊടുക്കുന്നേ. പറയുമ്പോൾ തന്നെ എന്റെ മൊയ്തീൻ ഇവിടെ ഉണ്ടായിരുന്നല്ലേ. നീക്ക്, ഞാൻ അവന്റെ കാര്യം മറന്ന്. ഫോട്ടോ കിട്ടിയോ? ഓ കിട്ടി മാം. അഞ്ചോ? പറലിച്ചോ? അല്ല, സുമേഷ് ചേട്ടൻ ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയതല്ലേ? എത്ര നേരായി? ഒന്ന് വിളിച്ചു നോക്കടി. ഞാനതേ ഇപ്പൊ നേരെ വിളിച്ചതേ ഉള്ളടി. വന്നോണ്ടിരിക്കാന്നാ പറഞ്ഞേ. ചേടാ, ഈ ഫോട്ടോഗ്രാഫറിനാണെങ്കിൽ നല്ല തിരക്കും. നിങ്ങൾ മൂന്നേരം നിക്കണ ഒരു ഫോട്ടോ എടുക്കാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അതാ എടി തിരക്കണ്ടേ, ഒരു പോയിക്കോട്ടെടി. ദേ ജെയ്സന്റെ കയ്യില് ഐഫോൺ ഇല്ലേ, അതിലെടുത്താ പോരെ? എടി എനിക്ക് ആൽബം ആക്കാനാടി, ഒന്ന് വേഗം വരാൻ പറയേ. എന്റെ പൊന്നു ലച്ചു, ക്യാമറമാൻ തിരക്കാണെങ്കിൽ പോയിക്കോട്ടെ. പാവം വേറെ കുറെ ഓർഡറുകൾ ഉണ്ടാവത്തില്ലേ, നമുക്ക് പതിയെ പിടിക്കാനേ. ഇപ്പൊ നിങ്ങൾ ഫോട്ടോ എടുക്കാൻ നോക്കേ. എടി നീ ഒന്നും കൂടെ വിളിച്ചു നോക്കടി. ഇവിടെ അടുത്തെവിടെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരാൻ പറയേ, സാധനമൊക്കെ പിന്നെയും മേടിക്കാലോ. നീ അവളെ കൂടെ ചേർന്നിട്ട് എടാ ഞങ്ങൾ ഫോട്ടോ പിന്നെ എടുക്കാം. നിങ്ങളിപ്പോ ഫോട്ടോ എടുക്കാൻ നോക്കേ. അതൊക്കെ ഞങ്ങൾ വേണ്ട പോലെ എടുത്തിക്കണേ. നീ പോയിട്ട് നിന്റെ കെട്ടിനെ വിളിച്ച് വരാൻ പറയും, പിന്നെ എല്ലാവരോടും വരാൻ പറയും. എല്ലാവർക്കും കൂടെ ഒരു ഫാമിലി ഫോട്ടോ എടുത്തേക്കാം. നിക്ക്, ഒന്നും കൂടെ വിളിച്ചു നോക്കട്ടെ. വേഗം ചെല്ലേ. ലച്ചോ, നീ പോയിട്ട് എല്ലാവരോടും വരാൻ പറയും. എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഒരു ഫാമിലി ഫോട്ടോ എടുക്കാം. ഓക്കേ ജയ്സ. ആന്റി, ഞാൻ ഇപ്പോ വരേ. ഓ ആയിക്കോട്ടെ മോളെ. അവിടെയാണ് എല്ലാവരും ഉള്ളത്. ആദ്യം വീണേച്ചി, ഇങ്ങോട്ട് വാ. പൈങ്കിളി, എന്താ? എത്ര നേരം ഇങ്ങനെ നിക്കാൻ തുടങ്ങിട്ട്? വാ, വന്ന് ഇവിടെ ഇരുന്നോ. വേണ്ടടി, ഇരുന്നിരുന്ന് ബോറടിക്കുക. ഞാന് കുറച്ചേരം നടക്കട്ടെ. നീ വാ, ഇവിടെ വന്നിരുന്നോ. അമ്പുരുവേ, മുത്തേ, വാടി പൊന്നെ, ഇവിടെ വന്നിരിക്കേ. ഇവനിത് കോളാക്കുമല്ലോ. കൂടെ താഴത്തുള്ള തമ്പുരു, ഗോതമ്പ് ബ്രോക്ക് ഹേർട്ട് ആവൂലേ? ഓ, അങ്ങനെങ്കിലും ഗോതമ്പ് ബ്രോ ഒന്ന് ദേഷ്യപ്പെടുന്നത് കാണണം. ഞാൻ ഇന്ന് വരെ ഗോതമ്പ് ബ്രോ ദേഷ്യപ്പെടുന്നത് കണ്ടിട്ടില്ലല്ലേ. നീ മാത്രല്ലടി, ഞാനും കണ്ടിട്ടില്ല. എന്നാ മിക്കവാറും ഇന്നത് കാണാൻ പറ്റുന്ന എന്റെ മനസ്സ് പറയുന്നേ. അണ്ണനുണ്ട്, കാണണ്ടെന്നുണ്ട്. ഗോതമ്പ് ബ്രോ എപ്പോഴും ഇങ്ങനെ ചിരിച്ചു കാണുന്നതില്ലേ ഭംഗിയെ. ദേഷ്യപ്പെട്ട എങ്ങനെയായിരിക്കുന്ന് ആലോചിക്കുമ്പോ തന്നെ പേടിയാവാ. അതൊക്കെ അടിപൊളിയായിരിക്കടി. ഗോതമ്പ് ബ്രോ നിന്നാ ലുക്ക, ഇരുന്നാ ലുക്ക, ചിരിച്ചാ ലുക്ക, അപ്പൊ പിന്നെ ദേഷ്യപ്പെടുമ്പോൾ ലുക്ക് തന്നെയായിരിക്കും. നമ്മളെ കാന്താരി എന്ത് ഭാഗ്യവതിയല്ലേ. ഓ, നീ ഇരിക്കണ തടിയാ. അല്ല, വന്നപ്പോ മുതലേ ഈ അലക്സ് ഫോണിൽ തോണ്ടി കുത്തിരിക്കുകയാണല്ലോ. എന്തേ ഈ ചങ്ങായിക്ക് ബോറടിക്കുന്നുണ്ടോ? മിക്കവാറും ബോറടിക്കുന്നുണ്ടാവും, അതല്ലേ ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുന്നേ. അലക്സ് ബ്രോ. ആ പൈങ്കിളി. എന്തേ ബ്രോ, ബോറടിച്ചിരിക്കുകയാണോ? ഹേ, അങ്ങനൊന്നുമില്ല. എന്നാ ഗ്ലാമർ അടി. ഐശ്വര്യ തോറ്റുപോ. അല്ല ഉണ്ണിമോളെ. അതെ അതെ. എടാ മൊയ്തീനെ, എന്താടാ ഇത്ര ദിവസമായിട്ട് ഇങ്ങോട്ടേക്കൊന്നും വരാഞ്ഞേ? ഞാൻ എന്തോരം നിന്നെ മിസ് ചെയ്തെന്ന് അറിയോ? എന്റെ പൊന്നു കൽബേ, ഞാനും വരണം വരണം വിചാരിച്ചിരിക്കുവായിരുന്നു. അപ്പോഴാ അവന്റെ ഓമന വിളിച്ചിട്ടുണ്ടാവാ. ഓമന വിളിച്ചാ പിന്നെ ആരും വേണ്ടല്ലോ, അല്ല മൊയ്തീനെ. ഗ്രൈൻഡർ പല്ലത്തി വേണ്ടട്ടാ. ഗ്രൈൻഡർ പല്ലത്തിന്റെ മറ്റോട് ഓമനാടാ. വേണ്ടേ, മനുഷ്യനൊരു ഫ്ലോയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാ ഇന്റെ അടുത്ത് വെറുതെ ചോദിച്ചു മേടിക്കണ്ട കേട്ടാ. അതല്ലേ ഇതെന്നെ വരെ എന്റെ കയ്യെന്താ മുല്ലപ്പൂ പറിക്കാൻ പോവാ. അയ്യയ്യയ്യേ, എന്തോന്നടി ഇത്? വേണ്ടാന്ന് ചോദിക്കുമ്പോ ഇപ്പഴാ എന്റെ ചേട്ടൻ പോലും ആ പേരൊന്ന് മറന്നു വന്നേ.
മൊയ്തീനെ മാണ്ട, ഇവളൊരു പിരാന്തത്തിയാ. ചിലപ്പോ ചെയ്താലും ചെയ്യും. കോംപ്രമൈസ് ആയിക്കണേ. ഇനി ഒന്നും പറയാൻ നിൽക്കണ്ട. ഞാനും വിട്ട് ഇജ്ജും വിട്ടാള്. അങ്ങനെ വിടുന്ന വേണ്ടിയെന്നേ ഞാൻ ആലോചിക്കട്ടെ കേട്ടാ. ഭയങ്കരേ. ഇവളെന്താ എന്നെ മൈൻഡ് ആക്കാതിരിക്കുന്നേ? ഇനിയിപ്പോ മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കോ? അതുമാത്രല്ല, ഇവള് ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? അവള് ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. ഇപ്പൊ എന്തിനാ അവൾ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നേ? ഇനിയിപ്പോ എന്നെ ദേഷ്യം പിടിപ്പിക്കാനായിരിക്കോ? പറയടി, എന്താണ് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നേ? നീ മിണ്ടാതിരിക്കുമ്പോഴേ എനിക്ക് സങ്കടാവാ. ലോകത്ത് ഒരാളെങ്കിലും ഉണ്ടല്ലോ ഞാൻ മിണ്ടാതിരുന്ന സങ്കടപ്പെടാനേ. അതെന്താണ് അങ്ങനെ പറഞ്ഞളഞ്ഞേ? നീ മിണ്ടില്ലെങ്കിൽ എനിക്ക് മാത്രല്ല, ഉണ്ണിമോക്കും പൈങ്കിളിക്കും എല്ലാവർക്കും സങ്കടാവുന്നേ. എന്താ ഉണ്ണിമോളെ? അല്ല, ഹണിയില്ലേ? ഹണിയോ? മനസ്സിലായി, പറ. ഹണിക്ക് സുഖല്ലേന്നോ? അല്ല, ഇത് എന്നോട് എന്തിനാ ചോദിക്കുന്നേ? പിന്നല്ലാതെ അവള് സുഖമായിട്ടിരിക്കുന്നേ. ഉണ്ണിമോളെ, എന്താണത്? നിനക്ക് അറിയാവുന്നതല്ലേ? എനിക്ക് അവളെ കണ്ണെടുത്ത് കണ്ടിടുന്നേ. പിന്നെന്തിനാ ഇപ്പൊ അവളെ പറ്റി സംസാരിക്കുന്നേ? എടി, നിനക്ക് അവളെ ശത്രുവാ. അത് ശരിയാ, അതേപോലെ ഞങ്ങൾക്കും. പക്ഷേ ഗോതമ്പ് ബ്രോ അങ്ങനെയല്ലല്ലോ. പിന്നല്ലാതെ അവളെ അങ്ങനെ മറക്കാൻ പറ്റോ? ശത്രുവിന് ശത്രു മിത്രന്നേ. അപ്പൊ പിന്നെ നിങ്ങൾ രണ്ടുപേരും നല്ല ജോഡിയാ. എന്താണത്? എന്നടി? അവളെ പറ്റി എന്തിനാണ് ഇവിടെ സംസാരിക്കുന്നേ? എനിക്ക് അവളെ തീരെ ഇഷ്ടമില്ലെന്ന് അറിയില്ലേ? വിട്, അവളെ കാര്യം സംസാരിക്കില്ലേ? എടി, ഞങ്ങൾ അവളെ കാര്യമല്ല സംസാരിക്കുന്നേ, ഗോതമ്പ് ബ്രോന്റെ ലൈനിന്റെ കാര്യാ. ലൈനോ? അതെപ്പോ മുതലേ? ഉണ്ണിമോളെ ഒരു അനാവശ്യം പറയല്ലേ? ഇത് കൊള്ളാലോ. ലൈൻ എന്ന് പറയുന്ന ഗോതമ്പ് ബ്രോ പോലും മിണ്ടാതിരിക്കുന്നേ. പിന്നെ നിനക്ക് എന്താണ് ഇത്ര പ്രശ്നം? അല്ല ഗോതമ്പ് ബ്രോ, ഹണീനെ പറ്റിയും നിങ്ങളെ പറ്റിയും പറയണേല് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് വേണ്ട പോലെ പറഞ്ഞോന്നേ. ഗൗതം, എന്താ? അത് നിനക്ക് ഹണീനെ പറ്റി തികച്ച് അറിഞ്ഞൂടാ. അവള് നീ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. അവൾ എങ്ങനെയാണെങ്കിലും എനിക്ക് ഓക്കെയാന്നേ. ഒന്നും അല്ലെങ്കിലും നീയായിട്ടാ നിങ്ങളെ